الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാകുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടിമകളായ നമ്മൾ ഉടമസ്ഥനായ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ് അവനോട് നിരന്തരം ചോദിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം അമലാണ്. അമലിന് ശേഷം, പ്രവർത്തനത്തിന് ശേഷം പ്രാർത്ഥനയാണ്. നമ്മളൊന്നും ചെയ്യാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കില്ല. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ചോദിക്കുക. അത് പ്രവർത്തനമാണെങ്കിലും പോരാട്ടമാണെങ്കിലും നമ്മുടെ ഭാഗം ക്ലിയർ ആവണം. അതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു പോരാട്ടത്തിന് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് പ്രവർത്തനമാണ് ചെയ്തത്, അതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രാർത്ഥന സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അല്ലാഹു തീരുമാനിക്കുക. നമ്മളിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ലോകത്ത് നടക്കണില്ല. നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രവർത്തിക്കുന്നില്ല.
ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടക്കുന്ന സമരങ്ങൾ 5, 6, 7 ലക്ഷമൊക്കെ മാസം സാലറി വാങ്ങുന്ന ആളുള്ളത് നിരസിച്ചിട്ട് വെയിലും മഴയും കൊള്ളാൻ തയ്യാറായി വന്നവരാണ്. അതൊരു ത്യാഗമാണ്. അങ്ങനെ ഒരു കോഴ്സിന് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ പ്രാർത്ഥന വാല്യബിളാവും. നമ്മളുടെ ലക്ഷ്യം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു എന്നത് പ്രാർത്ഥന സ്വീകരിക്കാനുള്ളൊരു ഉപാധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ പോരാട്ട സന്ദർഭത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കണ്ടിട്ട് ഏറ്റവും അടുത്ത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. പ്രാർത്ഥന കണ്ടിട്ട് കരഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അള്ളാഹു നമ്മളല്ലാതെ വേറെ ആരാണ് സഹായിക്കുക? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം കണ്ണീര് കൊണ്ട് നനഞ്ഞിരുന്നു എന്നാണ്. ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. വമാ റമൈത ഇദ് റമൈത വലകിന്നല്ലാഹ റമ. നീയല്ല യുദ്ധം ചെയ്തത്, ഞാനാണ്. നീയെല്ലാം പോരാട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഞാനാണ്. ആ അവസ്ഥയിലേക്ക് വിശ്വാസിയുടെ ഒരു കാര്യം അള്ളാഹു ഏറ്റെടുക്കാൻ നിമിത്തമാകുന്ന ഭൂമിയിൽ ഒരേറ്റ ഔഷധമേ ഉള്ളൂ. അതിനാണ് നമ്മൾ ദുആ, പ്രാർത്ഥന എന്ന് പറയും. അതുകൊണ്ടാണ് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. 4 കാര്യങ്ങളിൽ പടച്ച തമ്പുരാൻ വൺ വേ പരിപാടിയില്ല. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്. അതിലൊന്നാമത്തത് പ്രാർത്ഥന തന്നെയാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും. ചോദിച്ചാ തരാം. ചോദിക്കാതെ കണ്ടറിഞ്ഞ് പടച്ച തമ്പുരാൻ കൊടുക്കാമായിരുന്നെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? പ്രവാചകന്മാർക്ക് കൊടുക്കണം. ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നല്ലൊരു ഭാഗം അവരുടെ പ്രാർത്ഥന ഉദ്ധരിക്കണം. റബ്ബി ഉഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഅൽഹിഖ്നി ബിസ്സാലിഹീൻ തവഫന മുസ്ലിമീൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇതൊക്കെ എന്തിനാണ് നമ്മളോട് പറയണത്? ഇവരൊക്കെ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയത് ചോദിച്ചിട്ട് കൊടുത്തതാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അമ്പിയാക്കളാണ്. അമ്പിയാക്കൾക്ക് അള്ളാഹു ഒരു കാര്യം സാധിച്ചു കൊടുത്തത് അവർ ചോദിച്ചിട്ടാണ്. ഇത് പറയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അള്ളാഹു ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത് ചോദിച്ചാൽ ഞാൻ തരാമെന്നാണ്. ഇദാ ദഅഅകും ഇദാ ദഅാനി, നിങ്ങൾ എന്നെ വിളിച്ചാൽ വദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അപ്പോൾ ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനം അതാണ്. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുമുണ്ട്. ഒരു വൺ വേ പരിപാടിയില്ല. ചോദിച്ചാൽ അള്ളാഹു തരും. രണ്ടാമത്തത്, അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു തിരിച്ചു സഹായിക്കും. ഈ അൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. ഈ അൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നമ്മളെ ഓർക്കും. അദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. നാലാമത്തെ കാര്യം, എന്ത് നിഅമത്താണോ നമുക്ക് ചെയ്തത് അതിൽ നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ അള്ളാഹ് തിരിച്ചു തരും.
ലഇൻ ശകർത്തും ലഅസീദന്നക്കും ലഇൻ കഫർത്തും. അത് നമ്മൾ വാഹനത്തും ഒട്ടിക്കില്ല. ലഇൻ ശകർത്തും ലഅസീദന്ന അത് മാത്രമേ ഒട്ടിക്കുള്ളൂ. ലഇൻ കഫർത്തും മിൻ അദാബി ലശദീദ്. വണ്ടി ഓടിക്കണം. വണ്ടി ഒരു നിയമത്താണ്. അത് മര്യാദക്ക് ഓടിച്ചിട്ടില്ലെങ്കിൽ, അത് തെറ്റായ കാര്യങ്ങളിലേക്ക് പോയാൽ മിൻ അദാബി ലശദീദ്, വലിയ ആക്സിഡന്റ് വരും, വലിയ വിപത്ത് വരും, പ്രയാസങ്ങൾ ഉണ്ടാവും. അതും അല്ലാഹ് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ആഗ്രഹിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, ഓർക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ലഇൻ ശകർത്തും ലഅസീദന്നക്കും. ഈ 4 കാര്യങ്ങളിലും അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഒരടിമ എൻ്റെ റബ്ബേ എന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടെന്ന് വിളിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലുല്ലാഹ മിൻ ഫദ്ലി ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അല. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മഹത്വം, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചോദിക്കുന്നവനെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചാൽ തന്നെ അള്ളാഹ്ക്ക് നമ്മോട് എന്ത് ചെയ്യും? ഇഷ്ടം കൂടും. നമ്മളൊരാളോടൊരു കാര്യം 4 വട്ടം ചോദിച്ചാൽ എത്ര ക്ഷമാലുവായ ആളാണെങ്കിലും അയാൾ തട്ടിക്കയറും, ചോദിച്ചെന്നെ ചോദിച്ചാൽ. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബ്. ചോദിക്കുന്നതിനനുസരിച്ച് അടിമയോട് അള്ളാഹുവിന് ഇഷ്ടം കൂടും. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. ഒരടിമ ഉടമസ്ഥനായി അള്ളാഹുവിന് കൊടുക്കുന്ന ആദരവിൽ ഏറ്റവും വലിയ ആദരവ് പ്രാർത്ഥനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും തീരുമാനിച്ചാൽ പ്രാർത്ഥിക്കണം, ചോദിക്കണം. നമ്മളൊക്കെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടാ തോന്നുക ഞാൻ ഈ നിസ്കരിച്ചത് തന്നെ അധികമാണ്, കണ്ടറിഞ്ഞ് പടച്ചോൻ തന്നോട്ടെ എന്നാണ്. ഇല്ല, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ചാടി പോണത് കണ്ടാൽ ആ തോന്നലുണ്ടല്ലോ, ആ ഭാവത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നത് എന്താണ്? ഇതൊക്കെ തന്നെ അധികമാണ്, വേണമെങ്കിൽ തന്നോട്ടെ എന്നാണ്. ഇല്ല, വേണമെങ്കിൽ ഇതില്ല. ചോദിച്ച് കണ്ടറിഞ്ഞ് ചോദിച്ചാലേ പടച്ച റബ്ബ് തരുള്ളൂ. പടച്ചോ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചാൽ ചോദിക്കന്നെ വേണം, ചോദിക്കാതിരിക്കരുത്. അപ്പൊ ഒന്നാമത് പ്രാർത്ഥനയുടെ മഹത്വം, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അതിനേക്കാൾ വലിയൊരു ആദരവ് നമുക്കില്ലല്ലോ. പടച്ചോനെ ഇഷ്ടപ്പെടുക, പടച്ചോന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തുക. പടച്ചോനോടല്ലാത്ത ഒരാളോടും ചോദിക്കാതിരിക്കുക. അത് മനുഷ്യനായാലും ജിന്നായാലും മലക്കായാലും എന്തെങ്കിലും വസ്തുക്കളായാലും ഏതെങ്കിലും ശക്തികളായാലും ഇതിനോടൊന്നും ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. കാരണം അവരശക്തരാണ്, അടിമകളാണ്. നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവരല്ല, ഉത്തരം നൽകാൻ കഴിവുള്ളവരല്ല. ഒരു നിസ്സാര വസ്തു പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല, അവരുടെ ഉപദ്രവം പോലും നീക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് പടച്ച റബ്ബിനോട് മാത്രം നമ്മൾ ചോദിക്കുക, ചോദിക്കുന്ന അള്ളാഹു തരും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ മഹത്വം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. ഒരാൾക്ക് പടച്ച റബ്ബ് തീരുമാനിച്ചൊരു കാര്യം പടച്ചോൻ മാറ്റല് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. ആ റിക്വസ്റ്റ് ഏതാണ്? ഖളാ ഖദർ തടക്കാൻ പ്രാർത്ഥനയല്ലാതെ വേറെ മരുന്നില്ല. അദ്ദുആഉ യംനഉൽ ഖദർ. നമുക്കൊരു കാര്യം തീരുമാനിച്ചു, ഒരു 45 ആക്സിഡന്റ് പറ്റണമെന്ന് തീരുമാനിച്ചാൽ അത് മാറ്റാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആയുസ് അല്ലാഹ് തീരുമാനിച്ചാൽ ആയുസ് നീട്ടാൻ എന്ത് ചെയ്യണം? ചോദിക്കണം. പ്രാർത്ഥന മാത്രമാണ് ഒരാളെ ഖളാഇനെയും ഖദറിനെയും മാറ്റുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ചില ആൾക്കാർ ചോദിക്കൂല, എനിക്ക് ഏതായാലും ആയുസൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ ഈ ദീർഘായുസിന് പ്രാർത്ഥിക്കണം? ഇല്ല, പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചാൽ നിശ്ചയിച്ച ആളത് മാറ്റും. കാരണം നിശ്ചയിച്ച ആൾക്കേ അത് മാറ്റാൻ അധികാരമുള്ളൂ. അപ്പൊ പടച്ചോനോട് ചോദിക്കുന്നത് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് മാറ്റും. ദുആഉ യംനഉൽ ഖദർ. ഖദറിനെ അല്ലാഹു തടയുമെന്നാണ്. ഇന്ന ദുആ യൻഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ. ഇറങ്ങിയ വിധിയെ അത് ഇല്ലാതെയാക്കാൻ, ഇറങ്ങാൻ പോകുന്നതിനെ തടുക്കാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറങ്ങിയ മുസീബത്തുണ്ടാവും, അതിനെ നീക്കം ചെയ്യാൻ. ഇറങ്ങാൻ പോകുന്നതുണ്ടാവും, അതിനെ തടയാൻ പ്രാർത്ഥന അല്ലാതെ. അപ്പൊ ഖദറിനെ തടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് നിശ്ചയിച്ച മുസീബത്തുകൾ അവന് രക്ഷപ്പെടാൻ ഒരൗഷധവും ഭൂമിയിലില്ല പ്രാർത്ഥനയല്ലാതെ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥന ഒരു ഇബാദത്താണ്. അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്താണ്? ഇബാദത്താണ്. ഇബാദത്ത് ചെയ്താൽ എന്ത് കിട്ടും? സ്വീകരിച്ചോ അല്ലേ എന്നുള്ള. ഇബാദത്തിന് എന്തുണ്ട്? പുണ്യമുണ്ട്. അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന പുണ്യപരമായ ഇബാദത്താണ് എന്നാണ്. ഒരാള് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രീതിയിൽ ലാ തസാലു യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദഉ ബിഇസ്മിൻ ഔ ഖതിഅതി റഹിമിൻ മാ ലം യസ്തഅജിൽ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരാൾ ദുആർന്നു പ്രാർത്ഥിച്ചു, അല്ലാഹുവോട് ചോദിച്ചു, അടിമക്ക് എന്തായാലും അല്ലാഹു ഉത്തരം നൽകും. ഒന്നയാൾ പാപത്തിനു വേണ്ടി ചോദിക്കരുത്, ബന്ധം മുറിക്കാൻ വേണ്ടി ചോദിക്കരുത്, ധൃതി കാണിക്കരുത്. ഇത് മൂന്നും ഇല്ലെങ്കിൽ എന്തായാലും ആ പ്രാർത്ഥന 3 രീതിയിൽ അല്ലാഹു സ്വീകരിക്കും. ഒന്നാമത്തത്, പാപം. ഒരാൾ മുതൽ കട്ടിട്ട് പഠിച്ചവനെ പിടിക്കപ്പെടരുതെന്ന് പ്രാർത്ഥിച്ചാൽ അതാരും കേൾക്കൂല, അല്ല കേൾക്കൂല. കട്ട മുതൽ സംരക്ഷിക്കേണ്ട ബാധ്യത അല്ലാക്കില്ല, അതൊരു പാപമാണ്. ബന്ധുക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ല കേൾക്കൂല. ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളുണ്ട്. ബാപ്പ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ കേൾക്കും, അത് ആ ബന്ധമല്ല ഇവിടെ പറയും. ഉമ്മ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ കേൾക്കും. അതേസമയം ജ്യേഷ്ഠൻ, അനുജൻ, ഇങ്ങനെ ബന്ധങ്ങളിൽ സിലത്തുർ റഹിം എന്ന് പറയുന്ന ബന്ധങ്ങൾ മുറിവേൽപ്പിക്കുന്ന പ്രാർത്ഥന നടത്തരുത്. ഇപ്പം എൻ്റെ മോള് SLCയിലുണ്ട്, അതേപോലെ ജ്യേഷ്ഠൻ്റെ മോള് SLCയിലുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കാണ്, ജ്യേഷ്ഠൻ്റെ മോൾക്ക് ഫുൾ A+ കിട്ടല്ലേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചാൽ ആര് കേൾക്കൂല? അല്ല കേൾക്കൂല എന്ന് മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതൊരു പാപമായി രേഖപ്പെടും. ആ പ്രാർത്ഥന പാടില്ല. ബന്ധം മുറിക്കണ പ്രാർത്ഥന അല്ല കേൾക്കൂല. ബന്ധം മുറിച്ചാൽ, ആ ബന്ധം മുറിക്കണത് ഒരാൾ അള്ളാഹിനോട് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ എന്താണ്? ഒരു ഇസ്മാണ്, പാപമാണ്. ആ പാപം അല്ലാഹു രേഖപ്പെടുത്തും. മാലം യുസ്താഴ്ജിൽ, ധൃതി കാണിക്കാൻ പാടില്ല. പ്രാർത്ഥിച്ചിട്ട് അള്ളാന്റെ കേൾക്കാൻ എത്ര കാലമായി ഞാൻ ചോദിക്കണത് എന്ന പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരാൾ ധൃതി കാണിക്കാതിരിക്കുക എന്നത് പ്രാർത്ഥനയുടെ മര്യാദയാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ, ഏറ്റവും ആപ്റ്റായ ഒരു ടൈം നിങ്ങളെക്കാൾ കൂടുന്നത് അറിയുന്നത് ആരാണ്? അള്ളാഹുവാണ്. ആ സമയത്ത് അത് തരും. ഇപ്പൊ തന്നാൽ നിന്റെ ദുന്യാവിന് നഷ്ടമാണ്, അല്ലെങ്കിൽ നിന്റെ ആഖിറത്തിന് നഷ്ടമാണ് എന്നത് ആർക്കറിയില്ല. എനിക്കോ നിങ്ങൾക്കോ അറിയില്ല, പടച്ച റബ്ബിനെ അറിയും. കാരണം അതൊരു ഷൂട്ട് കഴിഞ്ഞ ലൈഫാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം A to Z കഴിഞ്ഞു. നമുക്കാണിത് ജീവിക്കാനുള്ളത്. എവിടെ എത്തും, എവിടെ നിന്ന് മുറിയും, എവിടെ നിന്ന് അവസാനിക്കും എന്നൊക്കെ ആർക്കറിയും? റീല് പാക്കപ്പ് ചെയ്തു ഈ സാധനം. നമുക്ക് മാത്രമേ ജീവിക്കാനുള്ളൂ. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു? അപ്പൊ എവിടെയാണ് ഏറ്റവും ആപ്റ്റ്, അവിടെ അള്ളാഹു എന്ത് ചെയ്യും? ഫിറ്റ് ചെയ്യും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാന എന്തെങ്കിലും ലൈഫിൽ എഡിറ്റ് വരുത്താൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു അത് ഏറ്റവും ആപ്റ്റായ സ്ഥലത്ത് എഡിറ്റ് ചെയ്തു വെക്കും. അതുകൊണ്ട് ദുആ തന്നെ ഒരു ഇബാദത്താണ്. ധൃതി കാണിക്കാൻ 3 രീതിയിൽ ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും. ഒന്നാമത്തെ, ചോദിച്ചത് എന്താണോ അത് തരും. അത് അമ്പിയാക്കളുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ്. അവർ ചോദിച്ചത് ഉടനെ അള്ളാഹു എന്ത് ചെയ്തു? കൊടുക്കും. സാലിഹീങ്ങളായ ആളുകൾക്ക് ചിലപ്പോൾ കൊടുക്കും. നമ്മൾ ചോദിച്ചാലും അള്ളാഹു തരും. ആര് ചോദിച്ചാലും അള്ളാഹു കേൾക്കും. ഈ 2 കാര്യങ്ങളില്ലെങ്കിൽ ഇസ്മുണ്ടാവരുത്, പാപത്തിന് ചോദിക്കരുത്, ബന്ധം മുറിക്കാനും ചോദിക്കരുത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരാൾ ചോദിച്ചാൽ ചോദിച്ചത് തന്നെ അള്ളാഹു ഉടനെ തരും. രണ്ടാമത്തെ രീതി, ആ പ്രാർത്ഥന അള്ളാഹു ഇങ്ങനെ മാറ്റിവെക്കും. ഇതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ ഇതിനേക്കാൾ അപകടകരമായ കാര്യം തടയുകയോ ഇതിനേക്കാൾ നല്ലത് നൽകുകയോ ചെയ്യും. പനിയും ജലദോഷം മാറാൻ ഒരാൾ ചോദിച്ചാൽ അത് ചിലപ്പോൾ കുറച്ച് സ്ട്രോങ്ങിലാണ് വരും. വരാൻ പോണൊരു ക്യാൻസർ അള്ളാഹു മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ല ലിവറിന്റെ ഒരു അസുഖം മാറ്റി വെച്ചിട്ടുണ്ടാവും, കിഡ്നി മാറ്റി വെക്കേണ്ട തൽക്കാലം നീട്ടി വെച്ചിട്ടുണ്ടാവും. നമുക്കതറിയില്ല. ഏറ്റവും നല്ലതല്ല തരും. ഒരടിമയോട്, പ്രാർത്ഥിക്കുന്ന അടിമയോട് ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്നവനാണ് റബ്ബ്. ഏറ്റവും കൂടുതൽ കാരുണ്യം ഒരു പ്രാർത്ഥിക്കുന്ന അടിമയോട് അള്ളാഹു ചെയ്യും. അപ്പൊ ഏറ്റവും നല്ലത് എപ്പോഴാണോ അവിടേക്ക് അത് മാറ്റിവെക്കും. മൂന്നാമത്തെ രീതി, പ്രാർത്ഥന തന്നെ ഏറ്റവും മഹത്തായ പ്രതിഫലമായി അള്ളാഹു രേഖപ്പെടുത്തും.
ഈ പറഞ്ഞതൊന്നും ചിലപ്പോൾ സംഭവിച്ചോളന്നില്ല. പരലോകത്തെത്തുന്ന സമയത്ത്, സ്വർഗത്തിലെത്തുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകും. അപ്പോൾ ഒരടിമ പറയും, പടച്ച റബ്ബേ, ഭൂമിയിൽ എല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്ന് ആ അടിമ പറയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. കാരണം അത്രയും വലിയ പ്രതിഫലമായിരിക്കും അതിൽ ലഭിക്കും. എൻ്റെ ഒരു പ്രാർത്ഥനയും ഭൂമിയിൽ സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്ന് ഈ പ്രതിഫലം കിട്ടുന്ന അടിമ പറയുമ്പോൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മഹത്തായ പ്രതിഫലം ഈ പ്രാർത്ഥനക്ക് അല്ലാഹു നൽകും. അപ്പൊ ഈ പ്രാർത്ഥന ഒരു ഇബാദത്താണ്. ആ പ്രാർത്ഥനയുടെ മഹത്വം ഹുവൽ ഇബാദ എന്നതാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനക്ക് അല്ലാഹു തരും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അതിന് ആദാബുകൾ. ആ ആദാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്യണം? വഅൻതും ഉദഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ചോദിക്കുമ്പോൾ മനസാന്നിധ്യത്തോടു കൂടി പടച്ച റബ്ബ് ഇത് കേൾക്കും, തരും എന്ന് കരുതി ചോദിക്കാം. സംശയം വെച്ചിട്ട് ചോദിച്ചാൽ അല്ലാഹ് തരില്ല. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ കിട്ടിയാൽ കുഴപ്പമില്ല, ആ രീതിയൊന്നും പറ്റില്ല. കിട്ടണം, ചോദിച്ചു വാങ്ങണം. മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം നൽകുന്നതിൽ, ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാവും. അങ്ങനെയാണ് നമ്മളത് ചോദിക്കേണ്ടത്. അത് ആദാബു ദുആയുടെ മര്യാദയിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഹംദും സലാത്തും പറയണം. ദ്വാരക്കണതിൻ്റെ മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുക, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്ത എല്ലാ പ്രാർത്ഥനയും അള്ളാഹു തടഞ്ഞു വെക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥന നമ്മൾ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം എന്നൊക്കെ പറയില്ല. ഈ പറയണത് പ്രാർത്ഥനയുടെ ഒരു അദബിൽപ്പെട്ടതാണ്. ആ പ്രാർത്ഥന സ്വലാത്ത് ചൊല്ലിയിട്ടേ അള്ളാഹു സ്വീകരിക്കുക. ഹംദും സലാത്തും പ്രാർത്ഥനയുടെ അദബാണ്. മൂന്നാമത്തത് ശബ്ദം താഴ്ത്തുക, രഹസ്യമാക്കുക. അധികം ചില ആളുകൾ പ്രാർത്ഥന സമ്മേളനം നടത്തുന്നു. വമ്പിച്ച വാർഡ്സ് ഒക്കെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുക, അലറി വിളിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിന്റെ ഏറ്റവും സമീപസ്ഥൻ ആരാണ്? നഹ്നു അഖ്റബു മിൻ ഹബിലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ നിന്നോട് അടുത്തിരിക്കുന്നവൻ ഞാനാണ്. പടച്ചവനോട് ചോദിക്കുമ്പോൾ ഒരു മിതമായ ശബ്ദത്തിൽ ചോദിക്കുക, രഹസ്യമായി ചോദിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ അധികവും രഹസ്യമായുള്ള പ്രാർത്ഥനയാണ്. ഒന്ന് ഇതുപോലെ ഖുത്ബക്ക് ശേഷം നബി പ്രാർത്ഥിക്കും, പരസ്യമായ പ്രാർത്ഥന. എന്തെങ്കിലും ഒരു നസീഹത്തൊക്കെ നടത്തിയാൽ അതിൻ്റെ അവസാനം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നിസ്കാരത്തിന് ശേഷം നബി പ്രാർത്ഥിക്കൂല, അത് രഹസ്യമായ പ്രാർത്ഥന, പരസ്യമായി പ്രാർത്ഥിക്കൂല. അപ്പൊ ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിയാൽ, അപ്പൊ നബി സല്ലല്ലാഹു, കാരണം പ്രാർത്ഥന ഒരു ഇബാദത്താണ്. ഇബാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? നബി എങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റബ്ബക്കും തളർറുഅൻ വഖുഫിയത്തൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. തളർറു, വിനയാന്വിതനായി, മനസാന്നിധ്യത്തോടുകൂടി രഹസ്യമായി അള്ളാഹുവിനോട് ചോദിക്കുക. വദഊഹു ഖൗഫൻ വതമഅ, അള്ളാഹിനോടുള്ള ഭയം, ബഹുമാനം ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാവണം. ഇത് രണ്ടും കൂടിക്കലർന്നൊരു വികാരം ഉണ്ടാവും പ്രാർത്ഥന, ഒരു നീറ്റല്. ആ നീറ്റലോട് കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്? ചോദിക്കേണ്ടത്. ചോദിച്ചതിന് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിനോട് എത്ര, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയൊക്കെ വിശുദ്ധ ഖുർആനിൽ എത്രയാണ് ദീർഘിച്ച് ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രാർത്ഥനകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഓരോ കാര്യങ്ങളും അള്ളാഹിനോട് ചോദിച്ചിങ്ങനെ വാങ്ങണം. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ നീ തന്നെയാണ് അത് നന്നാക്കുക, വേറെ ആരും നന്നാക്കൂല. പക്ഷെ എന്നാൽ പോലും അള്ളാഹുവിനോട് ചോദിക്കൂ എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കഴിയണ കാര്യം തന്നെ, പക്ഷെ എന്നാലും അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹുവിനോട് ചോദിക്കുന്ന ശീലം നമ്മൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ വുളു എടുക്കുക, ഖിബിലക്ക് മുന്നിടുക, കൈ ഉയർത്തുക, ഇതൊക്കെ പ്രാർത്ഥനയുടെ ആദാബുകളിൽപ്പെട്ടതാണ്. ഖുതുബ നടത്തുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ആൾ കൈ ഉയർത്താൻ പാടില്ല. മഴയെ തേടുന്ന പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ കൈ ഉയർത്താൻ പാടുള്ളൂ, ബാക്കിയുള്ള സമയത്ത് കൈ ഉയർത്തരുത്. ബാക്കി പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? കൈ ഉയർത്തൽ ആദാബുകളിൽപ്പെട്ടത്. കൈ ഉയർത്തിയില്ല എന്ന് കരുതിയോണ്ട് പ്രാർത്ഥനക്കൊന്നും സംഭവിക്കൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നമസ്കാര ശേഷം നടത്തുന്ന പ്രാർത്ഥനയിൽ കൈ ഉയർത്തിയും കൈ ഉയർത്താതെയും നടത്തിയിരുന്നു എന്ന് കാണാൻ കഴിയും. നിസ്കരിച്ചിട്ട് നബി എന്ത് ചെയ്യും? കുറച്ചപ്പുറത്ത് മാറി നിൽക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. ചിലപ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കും, ചിലപ്പോൾ കൈ താഴ്ത്തിയും പ്രാർത്ഥിക്കും. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കുള്ള അദബുകൾ നമ്മൾ പാലിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന ഉറപ്പോടുകൂടി പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ ഹൃദയത്തിൽ ഏത് കാര്യങ്ങളാണോ, ഏത് ആവശ്യങ്ങളാണോ, എന്താണോ നമുക്ക് സാധൂകരിച്ചു തരേണ്ടത്, അതിനുവേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ശീലം നമ്മൾ മാത്രമല്ല, കുടുംബത്തിലെല്ലാവരും ചോദിക്കുന്ന ശീലമുള്ളവരാവുക. മനുഷ്യന്മാരോട് ചോദിക്കുന്ന ശീലം ഏറ്റവും മോശമുള്ള ശീലമാണ്. ഉടമസ്ഥനോട് ചോദിക്കുന്നത് ഏറ്റവും നല്ല സംസ്കാരമാണ്. അപ്പം അതുകൊണ്ട് കുട്ടികൾക്കും പേരക്കുട്ടികൾക്കൊക്കെ പ്രാർത്ഥിക്കാൻ ആര് പഠിപ്പിച്ചു കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ എന്തൊക്കെ ചെല്ലണമെന്ന് ചെല്ലിക്കോന്നല്ല പറഞ്ഞ്, ചെല്ലാൻ ആര് പഠിപ്പിച്ചു കൊടുത്തു? ചില പ്രാർത്ഥന അള്ളാഹു ഖുർആനിൽ തന്നെ പഠിപ്പിച്ചു തന്നു. പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അള്ളാഹ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബി സിദ്നി ഇൽമാ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബ്. ഇതൊക്കെ അല്ലാഹ് പഠിപ്പിച്ച പ്രാർത്ഥന. ഈ അല്ലാഹ് പ്രാർത്ഥനയിൽ ഏറ്റവും പരിശുദ്ധമായ പ്രാർത്ഥന ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ പ്രാർത്ഥനകളാണ്. രണ്ടാമത്തെ പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനയാണ്. അതും ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞ പ്രാർത്ഥനകളുണ്ട്. അതാണ് പിന്നീട് ശ്രേഷ്ഠമായ പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കണോ അതൊക്കെ ശ്രേഷ്ഠകരം തന്നെയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്ത് കാര്യവും ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുക. ഫൽയുക്സിർ, നബി തിരുമേനി പറ, അധികരിപ്പിക്കൂ എന്നാണ്. കാരണം എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു. നമുക്കതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിപ്പോൾ ചോദിച്ചാൽ തരുമോ എന്നൊരു ബോധം നമുക്ക് വേണ്ട. ഫൽയുക്സിർ, നീ അധികരിപ്പിക്കുക എന്നതാണ്. അപ്പം ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിൻ്റെ ജൈത്രയാത്രയിൽ ആസൂത്രണവും പ്രവർത്തനവും ചടുലതയും പോരാട്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ലക്ഷ്യത്തിലെത്തിയത് പ്രാർത്ഥന മുഖേനയാണ്. പ്രാർത്ഥന മുഖേനയാണ്. അത് ചോദിച്ച പ്രാർത്ഥന നൽകി മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ പണ്ഡിതന്മാർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി, ഇവരൊക്കെ ഇങ്ങനെ ചോദിച്ചത് അല്ലാഹു കൊടുത്ത ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശൈഖുൽ ഇസ്ലാമിനെ കുറിച്ച് ശിഷ്യൻ ഇബ്നു കസീർ റഹ്മഹുല്ല പറയാണ്, ഷെയ്ഖ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും ദമസ്കസിലെ പള്ളിയിൽ. ക്ലാസ് എടുത്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഞാൻ ഖുർആനുമായി സഹവസിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഷെയ്ഖ് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ ഖുർആൻ ഓതുന്ന സമയത്ത് അദ്ദേഹം മുസ്ഹഫിലേക്ക് ചുംബിച്ചു നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. പിന്നീട് അദ്ദേഹം തല ഉയർത്തിയിട്ടില്ല. അപ്പൊ നമ്മളെങ്ങനെ ജീവിച്ചോ അങ്ങനെ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. നമ്മളെ ആവശ്യങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി, മർദ്ദിതർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, ഇതൊക്കെ ശക്തി കൊണ്ടും കരുത്തുകൊണ്ടും ആസൂത്രണം കൊണ്ടും ആൾഫലം കൊണ്ടും മാത്രം വിജയിച്ച ചരിത്രം വിശ്വാസികളെ സംബന്ധിച്ചാണ് തോളില്ലേ. അതിലെന്ത് വേണം? പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന എല്ലാ വരകളും മാറ്റാൻ കഴിവുള്ള, എന്നാൽ നമ്മോട് ഏറ്റവും കൂടുതൽ കാരുണ്യമുള്ള, നമ്മുടെ എല്ലാ ദൗർബല്യങ്ങളോടുകൂടിയും അറിയുന്ന സൃഷ്ടാവിനോടാകുമ്പോൾ അതിന് വലിയ മനോഹാരിതയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നബി തിരുമേനിയുടെ പ്രാർത്ഥന നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടാവുക. അള്ളാഹുവേ, എനിക്ക് ഇന്ന കാര്യം തരണം, ഇന്നത് നൽകണം, ഇന്നതാവരുത്. എന്തിനാണ് നബി ഇത്ര നിസ്സാര കാര്യങ്ങൾ ചോദിക്കുന്നതെന്ന് നമ്മൾ പോലും ആശങ്കിക്കുന്ന അവസ്ഥ ഉണ്ട്. അത്രയും ചെറിയ കാര്യങ്ങൾ എന്തിനാണ് ചോദിച്ചത്? നിങ്ങളും ചോദിക്കൂ എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. 100 തവണ അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ഒരു ദിവസം നടത്താറുണ്ട് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ എത്ര തവണ നടത്തണം?
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിൽ എന്താവശ്യങ്ങൾ, വ്യക്തിപരം, കുടുംബപരം, സാമ്പത്തികം, ബിസിനസ്, ഏത് കാര്യങ്ങളിലും പടച്ച റബ്ബിൻ്റെ ഒരു പാർട്ടുണ്ടാവണം, ഒരു ടച്ച്. ആ ടച്ചിന് ഒരു കാര്യം അനിവാര്യമാണ്. ഉദഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകാം. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഅൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനതൂബു ഇലൈഹി. സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വസയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ വഖാതമൽ അംബിയാഇ വൽ മുർസലീൻ വസഈമുൽ മുത്തഖീൻ വഇമാമിൽ മുസ്ലിമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, മുസ്ലിങ്ങളായി ജീവിക്കുവാനും മുസ്ലിങ്ങളായി മരിക്കുവാനും പരിശ്രമിക്കണമെന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ചെറുതും വലുതും, രഹസ്യവും പരസ്യവും, അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ, പാപങ്ങൾ, സ്ഖലിതങ്ങൾ, വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഉടൻ അല്ലാഹുവിലേക്ക് യാത്ര പോയ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അടക്കമുള്ള ധാരാളം ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ അല്ലാഹു അവർക്ക് സമ്പൂർണ്ണ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങൾ അല്ലാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലരായ, അടിച്ചമർത്തപ്പെട്ട, മർദ്ദിതരായ നമ്മുടെ സഹോദരന്മാർ അതിജീവനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും പോരാട്ടങ്ങളിലും സമരങ്ങളിലുമാണ്. അല്ലാഹു അവർക്ക് കൺകുളിർമയുള്ള വിജയവും സബറും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ സമ്പത്തിൽ അല്ലാഹു, നമ്മുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇടപാടുകളിൽ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم أجرنا من النار. اللهم لا تجعلنا من حطب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك الرحمة وهيئ لنا من أمرنا رشدا. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وغلبة الدين وقهر الرجال. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أبرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الكافرين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم وانقص عددهم. يا حي يا قيوم يا ذا الجلال والإكرام. اللهم إنا نستغيثك ونؤمن بك ونتوكل عليك ونتوب إليك. اللهم ارحمنا يا أرحم الراحمين واغفر لنا يا غافر المذنبين. اللهم اغفر لنا يا غافر المذنبين. رب ارحمهما كما ربيانا صغارا. رب ارحمهما كما ربيانا صغارا.
رب ارحمهما كما ربيانا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين. أقيموا الصلاة إن الصلاة تنهى عن الفحشاء والمنكر.